15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പതിമൂന്നാം സമ്മേളനത്തിന്റെ 8ാം ദിവസമായ ഇന്ന് ഗൗരവമേറിയ ചർച്ചകൾക്കാണ് സഭാതലം വേദിയായത്. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 5 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ ഇന്ന് സഭയിൽ വാക്കാൽ മറുപടി നൽകിയത്. മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പ് ഇൻഷുറൻസ്, ഭൂരഹിത പട്ടികവർഗക്കാരുടെ പുനരധിവാസം, കടൽ മണൽ ഖനനം, ഇറിഗേഷൻ ടൂറിസം പദ്ധതി, വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് കടക്കുന്നത് തടയാൻ നടപടി എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. 2024 ഡിസംബർ 18 മുതൽ 2,26,093 മത്സ്യത്തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സഭയെ അറിയിച്ചു. 2024-25 വർഷത്തിൽ മത്സ്യത്തൊഴിലാളി വ്യക്തിഗത ഗ്രൂപ്പ് അപകട ഇൻഷുറൻസ് പദ്ധതി പ്രകാരം 509 രൂപ പ്രീമിയം തുക അടച്ച് ഈ പദ്ധതിയിൽ അംഗങ്ങളാകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. പീലിംഗ് തൊഴിലാളികൾക്ക് ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സാർ, ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുന്നവരായതുകൊണ്ട് മതിയായ സൗകര്യങ്ങളില്ലാത്ത സാഹചര്യത്തിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്. സാർ, അത് മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഒരു ആരോഗ്യ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് കൂടി ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യം സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പട്ടികവർഗ വിഭാഗങ്ങളുടെ പുനരധിവാസ പദ്ധതിയായ സേഫ് പദ്ധതിയിലൂടെ 2022-23 സാമ്പത്തിക വർഷത്തിൽ 764 വീടുകളും 2023-24 സാമ്പത്തിക വർഷത്തിൽ 523 വീടുകളും പൂർത്തീകരിച്ചതായി പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു പറഞ്ഞു. 22-23 സാമ്പത്തിക വർഷം 1500 വീടുകൾ സേഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആയതിൽ 764 വീടുകൾ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ചിട്ടുണ്ട്. 23-24 സാമ്പത്തിക വർഷം 3072 വീടുകളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നതിൽ 523 വീടുകൾ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് PPP മോഡലിൽ ഇറിഗേഷൻ ടൂറിസം പദ്ധതികൾ ആലോചിക്കുന്നതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സഭയെ അറിയിച്ചു. ഡാമുകളോടനുബന്ധമായി ടൂറിസം പദ്ധതികൾ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അത് ഇറിഗേഷൻ വക സ്ഥലവും അനുബന്ധ സൗകര്യങ്ങളെയും പ്രയോജനപ്പെടുത്തിയാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ നിലയിൽ പരിശോധന നടത്തി ഏത് പ്രോജക്റ്റാണ് അവിടെ എടുക്കാൻ കഴിയുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾക്ക് ശേഷം അത് PPP മോഡലിൽ നടത്തുന്നതിനുള്ള യാതൊരു തടസ്സവുമില്ല. അങ്ങനെ തന്നെ നടത്താനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. വന്യജീവി ആക്രമണങ്ങൾ തടയാനുള്ള ശ്രമങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടരുകയാണെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ സഭയെ അറിയിച്ചു. വന്യജീവികളുടെ ആക്രമണം തടയുന്നതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് അത് എന്നത്തേക്ക് പൂർണ്ണമായി തടയാൻ കഴിയും എന്നൊരു ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. എന്നാൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തവണത്തെ കേരള ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ നബാർഡിൻ്റെയും കേന്ദ്ര കൃഷി വികാസ് യോജനയുടെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പുമായും ആലോചിച്ചും ഇത്തരം കാര്യങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. ഈ പദ്ധതികൾ 1.5 വർഷത്തിനിടയിൽ പൂർത്തിയാകും. സംസ്ഥാനത്ത് ലഹരിയുടെ വ്യാപനം കാരണം കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതായി പറയപ്പെടുന്ന സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നൽകി. നടപടികൾ നിർത്തിവെക്കുന്നതിന്റെ ഉപക്ഷേപം സംബന്ധിച്ച് ഇന്ന് ലഭിച്ച നോട്ടീസ് പ്രകാരം ചർച്ചയാകാമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉപക്ഷേപം ചർച്ചയ്ക്കായി മാറ്റിവെക്കുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് ചർച്ച ആരംഭിക്കുന്നതാണ്. 2 മണിക്കൂർ ചർച്ചയായിരിക്കും. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് അതത് വകുപ്പ് മന്ത്രിമാർ മറുപടി നൽകി. സംസ്ഥാനത്ത് വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചു വരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി അപഗ്രഥിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി സമഗ്ര മാനസികാരോഗ്യ പദ്ധതി രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീ മുഹമ്മദ് മുഹസിൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും സംസ്ഥാനത്തെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് തൊഴിൽ സുരക്ഷാ പദ്ധതികൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ശ്രീ CR മഹേഷ് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷും മറുപടി പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് അത്യാവശ്യമായി വരുന്ന സമയത്ത് സൈക്യാട്രിസ്റ്റിനെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ ബന്ധപ്പെടാനും അത് അഫോർഡബിളായ രീതിയിൽ വളരെ വേഗത്തിൽ അത് നടപ്പിലാക്കാനും കഴിയുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം കൂടി ക്ലസ്റ്റർ മുഖാന്തരമോ അല്ലെങ്കിൽ BRC മുഖാന്തരമോ ഒക്കെ ചെയ്യാൻ കഴിയുന്നുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാവണം. സാർ, സ്കൂൾ കുട്ടികളിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ വ്യാപനവും തോതും കണ്ടെത്തുന്നതിനും അത് എപ്രകാരമാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുന്നതിനും അവരുടെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിനും വേണ്ടി വിപുലമായ ഒരു പഠനം SCRTയുടെ ആഭിമുഖ്യത്തിൽ നടത്തുകയും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിനുള്ള നയസമീപനം എന്തായിരിക്കണമെന്ന് വിശദമാക്കുന്ന ഒരു സമീപന രേഖ SCRT തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
കേരളത്തിലാകമാനം സാധാരണക്കാരായ ലക്ഷക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികൾ അനുഭവിക്കുന്ന സങ്കടകരമായ തൊഴിൽ പ്രശ്നങ്ങൾ ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. കേരള തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി പദ്ധതി 2023 പ്രകാരം നിധിയിലെ ഒരംഗം അസുഖം മൂലമോ അപകടം മൂലമോ മരണപ്പെട്ടാൽ ആദ്യ 3 വർഷത്തെ അംഗത്വ കാലയളവിനുള്ളിൽ 5000 രൂപയും ശേഷം ഉള്ള ഓരോ വർഷത്തെ അംഗത്വ കാലയളവിനും 1000 രൂപ വീതവും രണ്ടും കൂടി പരമാവധി 20,000 രൂപ അംഗത്തിന്റെ കുടുംബത്തിന് സഹായം ലഭിക്കും. 11 സബ്മിഷനുകൾ ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2.5 മണിക്കൂർ സമയമാണ് ചട്ടം 50 പ്രകാരമുള്ള ഉപക്ഷേപത്തിന്മേൽ ചർച്ച നടന്നത്. പ്രതിപക്ഷത്തു നിന്ന് ശ്രീ PC വിഷ്ണുനാഥും മറ്റ് 5 പേരുമാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. ലഹരിക്കെതിരെ നടപടിയെടുക്കാൻ വൈകുന്ന ഓരോ നിമിഷവും ഒരു തലമുറ നമ്മുടെ കയ്യിൽ നിന്നും വഴുതി പോവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഒരുപാട് അമ്മമാര് നെഞ്ചു നീറി വീടുകളിൽ പുറത്തുപോലും പറയാൻ കഴിയാതെ കഴിയുകയാണ് സാർ. ലഹരി വലയിൽപ്പെട്ട് ജീവിതം ഹോമിക്കുന്ന മക്കളെ ഭയന്ന് കഴിയുന്ന അമ്മമാരുടെ നാടായി കേരളം മാറുകയാണ് സാർ. നമ്മൾ വൈകുന്ന ഓരോ നിമിഷവും ഒരു തലമുറ നമ്മുടെ കയ്യിൽ നിന്നും വഴുതി പോവുകയാണെന്നുള്ള ബോധ്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് സാർ. ആകെ 13 അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. സംസ്ഥാനത്ത് ലഹരിയുടെ വ്യാപനത്തിനെതിരെ ശക്തമായ നടപടികൾ കൈക്കൊണ്ടുവരികയാണെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ചർച്ചയ്ക്ക് മറുപടിയായി പറഞ്ഞു. 2018 നവംബർ മുതലാണ് വിമുക്തി നടപ്പാക്കിയത്. ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 14 ജില്ലകളിലും ഒരു മെഡിക്കൽ ഓഫീസർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ, 3 സ്റ്റാഫ് നഴ്സ് എന്നിവരടങ്ങുന്ന കൗൺസിലിംഗ് കേന്ദ്രങ്ങളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലഹരി എന്ന വിപത്തിനെതിരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം. ഈ വിപത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ കരുത്ത് എന്നത് നമുക്കിടയിലുള്ള യോജിപ്പാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രമേയത്തെ എതിർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ചർച്ചയ്ക്ക് ശേഷം ഉപക്ഷേപം സഭയുടെ അനുമതിയോടെ പിൻവലിച്ചു. ഉപക്ഷേപം സഭയുടെ അനുമതിയോടെ പിൻവലിച്ചിരിക്കുന്നു. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിനെ സംബന്ധിക്കുന്ന പൊതുചർച്ച ഇന്നും സഭയിൽ തുടർന്നു. ആകെ 20 അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നടപടികൾ പൂർത്തിയാക്കി വൈകുന്നേരത്തോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.